നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. അടതാപ്പ് എന്ന സസ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഡയസ്കോറിയാസി കുടുംബത്തിൽപ്പെട്ട ഡയസ്കോറിയ ജനുസിൽപ്പെട്ട ഒരു സസ്യമാണ് അടതാപ്പ്. കാച്ചിൽ വർഗ്ഗത്തിൽപ്പെട്ട ഒരു വള്ളിച്ചെടിയാണ് അടതാപ്പ്. പണ്ട് വ്യാപകമായിരുന്നെങ്കിലും ഇടക്കാലത്ത് വളരെ കുറഞ്ഞിരുന്നു. ഇപ്പോൾ പലരും അത് താല്പര്യപ്പെട്ട് കൃഷി ചെയ്യാനായിട്ട് വരുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഉരുളക്കിഴങ്ങിൻ്റെ സ്ഥാനം കേരളത്തിൽ അടതാപ്പിനായിരുന്നു. ഉരുളക്കിഴങ്ങ് മണ്ണിന് അടിയിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അടതാപ്പ് വള്ളിക്ക് മുകളിലാണ് ഉണ്ടാകുന്നത്. പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഡയസ്കോറിയ മൾബിഫെറേ എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ അടതാപ്പ്, ഇറച്ചിമേക്ക, ഇടതാപ്പ്, കുപ്പക്കണ്ടി, ഇറച്ചിക്കാച്ചിൽ, കേരള ഉരുളക്കിഴങ്ങ്, ഇറച്ചിക്കിഴങ്ങ്, വള്ളിക്കിഴങ്ങ് എന്നൊക്കെ പറയാറുണ്ട്. അടതാപ്പിൻ്റെ വള്ളികൾ ഇടത്തോട്ട് മാത്രമേ ചുറ്റാറുള്ളൂ. അതിനാൽ ഇതിനെ ഇടതാപ്പ് എന്നാണ് പണ്ട് കാലങ്ങളിൽ വിളിച്ചിരുന്നത്. ഉരുളക്കിഴങ്ങിനെ ഡച്ച് ഭാഷയിൽ അർഡപ്പൽ എന്നാണ് പറയുന്നത്. ഡച്ചുകാർ കേരളത്തിൽ വന്നതോടുകൂടിയാണ് ഇടതാപ്പ് എന്നത് അടതാപ്പ് എന്നായി മാറിയത് എന്നാണ് കരുതപ്പെടുന്നത്. ഇംഗ്ലീഷിൽ ഇതിനെ എയർ പൊട്ടറ്റോ, എയർ യാം, ബിറ്റർ യാം എന്നൊക്കെയാണ് വിളിക്കുന്നത്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ആഫ്രിക്കയിലും ഏഷ്യയിലും ചെറിയ വ്യത്യാസങ്ങളോടുകൂടി ഈ സസ്യത്തെ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് കേരളത്തിലുള്ളതാണ് ഏറ്റവും നല്ലതായിട്ട് പരിഗണിക്കപ്പെടുന്നത്. രൂപവിവരണം നോക്കാം. ചെറുകിഴങ്ങിൻ്റെയോ കാച്ചിലിൻ്റെയോ ഇലകൾക്ക് സാമ്യമുണ്ട്. ഇവയുടെ ഇലകൾക്ക് അടതാപ്പിൻ്റെ വള്ളി കാച്ചിൽ വള്ളിയോട് സാമ്യം പുലർത്തുന്നതാണ്. വള്ളികൾ ഇടത്തോട്ട് മാത്രമേ ചുറ്റുകയുള്ളൂ. അടതാപ്പിൻ്റെ വള്ളികളിലെ ഓരോ ഇലഞ്ഞെട്ടിലും ഓരോ ചെറിയ കിഴങ്ങുകൾ വളർന്നു വരും. മേക്കാച്ചിൽ പോലെ വള്ളികളിൽ മുകളിൽ ഉണ്ടാകുന്ന ഈ കിഴങ്ങുകൾക്ക് അല്ലെങ്കിൽ കായ്കൾക്ക് 100 ഗ്രാം മുതൽ 1.5 കിലോ വരെ തൂക്കമുണ്ടാകാറുണ്ട്. ഇത് മുറിച്ച് വെച്ചാൽ പച്ച നിറം കാണാൻ പറ്റും. നവംബർ ഡിസംബർ മാസങ്ങളിലാണ് കായ്കൾ കൂടുതലും ഉണ്ടാകുന്നത്. നല്ല മൂപ്പ് ആയാൽ അടതാപ്പ് വള്ളികളിൽ നിന്നും നിലത്ത് വീഴും. ദീർഘകാലം സൂക്ഷിച്ച് വയ്ക്കാവുന്ന ഒരു വിള കൂടിയാണ് അടതാപ്പ്. ഇത് ഇനങ്ങളെ നോക്കാം. സാധാരണഗതിയിൽ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നവയുടെ തൊലിക്ക് ബ്രൗൺ നിറമാണുള്ളത്. വളരെ ചുരുക്കമായി തൊലിപ്പുറമേ വെള്ള നിറമുള്ള അപൂർവ ഇനമുണ്ട്. വെള്ള അടതാപ്പിന് വിളവ് കുറവാണെങ്കിലും വളരെ ഉയർന്ന പോഷകമൂല്യമുണ്ട്. മലപ്പുറം ജില്ലയിലെ കാട്ടുനായ്ക്കർ വിഭാഗക്കാർ പലരും ഇതിനെ സംരക്ഷിച്ചു വരുന്നുണ്ട്. പൊതു ഉപയോഗങ്ങളെ നോക്കാം. അടതാപ്പിൻ്റെ വള്ളികളിലുണ്ടാകുന്ന കായ്കളും ഭൂമിക്കടിയിലുണ്ടാകുന്ന കിഴങ്ങുകളും ഭക്ഷണമായി ഉപയോഗിക്കാവുന്നതാണ്. വള്ളികളിൽ വളരുന്ന കിഴങ്ങുകൾ ഉരുളക്കിഴങ്ങ് പോലെ തന്നെ ഉപയോഗിക്കാം. ബീഫ്, പോർക്ക്, കോഴിയിറച്ചി എന്നിവ കറി വയ്ക്കുമ്പോൾ അതിൽ അടതാപ്പ് ഉപയോഗിച്ചിരുന്നു. ചേമ്പിനോടൊപ്പം ചേർത്തുണ്ടാക്കുന്ന അടതാപ്പ് പുഴുക്ക് വളരെ രുചികരമാണ്. മണ്ണിലെ കിഴങ്ങുകളേക്കാൾ കൂടുതൽ രുചി വള്ളികളുണ്ടാകുന്ന കിഴങ്ങ് അല്ലെങ്കിൽ കായ്കൾക്കാണ്. പുറമേയുള്ള തൊലിയും തൊട്ടു താഴെ ഉള്ള പച്ച നിറവും ഉള്ള ഭാഗവും ചെത്തി നീക്കിയില്ലെങ്കിൽ ഇത് കറി വയ്ക്കുമ്പോൾ കയ്പുണ്ടാകും. അക്കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. രാസഘടകങ്ങളെ നോക്കാം. അന്നജം, പ്രോട്ടീൻ, കാൽസ്യം തുടങ്ങിയ പോഷകങ്ങളാൽ സമ്പന്നമാണ് അടതാപ്പ്. ഔഷധ മൂല്യത്തെ നോക്കാം. മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം, കഫക്കെട്ട്, പ്രമേഹം, വയറ്റിലെ ക്യാൻസർ, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അനോറക്സിയ എന്നീ അസുഖങ്ങൾക്കെല്ലാം അടതാപ്പ് പുഴുങ്ങിക്കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. അനോറക്സിയ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ശരീരഭാരവും ഭക്ഷണം കഴിച്ചാൽ തടിക്കുമെന്നുള്ള ഭയവുമുള്ള അവസ്ഥയാണ്. വയറിളക്കം ശമിക്കുന്നതിന്, അർബുദം അതായത് ക്യാൻസർ വരാതെ ചെറുക്കുന്നതിന്, തൊണ്ടമുഴ വരാതെ തടയുന്നതിന്, രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുന്നതിന്, വിഷപ്പനികൾ വരാതെ തടയുന്നതിന് എല്ലാം അടതാപ്പ് വളരെ നല്ലതാണ്. കൃഷികാര്യങ്ങളെ നോക്കാം. വള്ളികളിലുണ്ടാകുന്ന കായ്കൾ ഡിസംബർ മാസത്തോടെ തനിയെ പൊഴിഞ്ഞ് താഴെ വീഴും. ഈ കായ്കൾ വിത്തിനായിട്ട് ഉപയോഗിക്കാം. പൊഴിഞ്ഞു വീണ കായ്കൾ തണലിലോ വെളിച്ചം കുറഞ്ഞ മുറികളിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞോ സൂക്ഷിച്ചാൽ വളരെ വേഗം മുളകൾ വരും. മുള അരയടിയെങ്കിലും നീണ്ടു കഴിഞ്ഞാൽ മുളയോടൊപ്പം വെളുത്ത വേരുകളും വന്നു തുടങ്ങും. ഇതാണ് നടാനുള്ള പ്രായം. മാർച്ച് മാസത്തിൽ വേനൽ മഴ കിട്ടുന്ന മുറയ്ക്ക് മുള വന്ന കിഴങ്ങുകൾ നടാവുന്നതാണ്. നല്ല വിസ്താരത്തിലെടുക്കുന്ന തടങ്ങളിൽ കരിയില, ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയ ജൈവ വളങ്ങൾ ഇട്ട്
അത് വെച്ചിട്ട് മേൽമണ്ണും ചേർത്ത് കുഴി മൂടി അതിൽ കിഴങ്ങ് നട്ട് മുകളിൽ കുറച്ച് മണ്ണ് കൂടി ഇടാം. കാച്ചിൽ നേരെ അടിയിലേക്ക് ആണ് അതിൻ്റെ കിഴങ്ങ് വളരുന്നതെങ്കിൽ കുറച്ച് വിസ്താരത്തിലാണ് അടതാപ്പിൻ്റെ കിഴങ്ങ് വളരുക. അതുകൊണ്ട് ഈ ചേനയ്ക്ക് തടമെടുക്കുന്ന പോലെ വിസ്താരത്തിൽ തടമെടുക്കണം. കിളിർത്ത് വരുമ്പോൾ വള്ളി കെട്ടി പടരാനായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. വള്ളിയിലുണ്ടാകുന്ന മേക്കായി ഒരുവിധം വളർച്ച എത്തിയാൽ എപ്പോൾ വേണമെങ്കിലും പറിച്ചെടുത്ത് കറി വയ്ക്കാം. പക്ഷേ ചുവട്ടിലെ കിഴങ്ങ് ചെടി മൂപ്പെത്തി തണ്ട് ഉണങ്ങാൻ തുടങ്ങുമ്പോൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതാണ് ഉത്തമം. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.